പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യ റൗണ്ട് ഗുരുർബ്രഹ്മാ ഹോൾഡ് ചെയ്യുന്ന സമയം ഗുരുർവിഷ്ണു പുറത്തേക്ക് വിടുന്നു. ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരുവേ നമഃ തസ്മൈ ശ്രീ ഗുരുവേ നമഃ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്വാസം എടുക്കുന്ന സമയത്ത് 4 കൗണ്ടിങ്ങിൽ എടുക്കുക. ഹോൾഡ് ചെയ്യുന്നത് 16 സെക്കൻഡ്. 16 കൗണ്ടിങ് ഹോൾഡ് ചെയ്യുക. 8 സെക്കൻഡ് ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യും. എത്ര കൗണ്ടിങ്ങിലാണോ ശ്വാസം എടുക്കുന്നത് അതിന്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്ത് വിടണം. സിദ്ധാസനത്തിലേക്ക് നേരത്തെ നമ്മൾ ഇരുന്നത് അർദ്ധ സിദ്ധാസനാണ്. പൂർണ്ണ സിദ്ധാസനത്തിൽ ഇരുന്നിട്ട് ഈ പ്രാണായാമം ഉജ്ജയിശ്വാസത്തിലെ കൗണ്ടിങ്ങുകളോടുകൂടി ചെയ്യാം. ശ്വാസം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ 1 2 3 4 ഈ ഒരു കൗണ്ടിങ്ങിൽ ശ്വാസകത്തേക്ക് എടുക്കുക. 16 വരെ കൗണ്ട് ചെയ്യുന്ന അത്രയും സമയം ഹോൾഡ് ചെയ്യുക. 8 പ്രാവശ്യം ശ്വാസം കൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തു വിടുക. ആ ഒരു രീതിയിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യും. അതിനുശേഷം 2 കൈകളും ചിന്മുദ്ര പിടിക്കുക. നട്ടലിന് പുറത്ത് വെച്ചിട്ട് ആജ്ഞാചക്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് പരിപൂർണ നിശബ്ദതയിലിരിക്കുക. കൃത്യമായൊരു സമയമൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സമയം ഇരുന്നാൽ മതി. നമുക്ക് യൂട്യൂബിലൂടെ ആ ഒരു പരിമിതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്വാസം ശ്രദ്ധിക്കണം. സങ്കല്പം കൂടെ ഏഡ് ചെയ്യണം. നമ്മളിതൊരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള അത് സമയം വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ദൈർഘ്യമൊക്കെ വരും. അങ്ങനെ മുഴുവനായിട്ടും അത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇടാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിലെ മന്ത്രങ്ങൾ